അപ്പോൾ കാർവാർ എസ് പി പറയുകയാണ് ഈ വണ്ടി കീഴ്മേൽ മറിഞ്ഞു കിടക്കാണ്. അപ്പോൾ അതിനകത്ത് വേറെ ഏതെങ്കിലും തരത്തിൽ അഭ്യൂഹങ്ങളുടെ ആവശ്യമില്ല. വളരെ ക്രിസ്റ്റൽ ക്ലിയറായി ക്ലാരിറ്റിയോടെ സ്ഥിരീകരിക്കുന്നു ലോറി തന്നെയാണ്. അരുൺ, SP ഇത് നേരത്തെ തന്നെ സ്ഥിരീകരിച്ചതാണ്, ലോറിയാണെന്ന് അവർ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇനിയുള്ള നമ്മുടെ മുമ്പിലുള്ള ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഇതിൽ അവിടെ എത്തിയത് ഈ ലോറി ലോക്ക് ചെയ്യണം, അതിന്റെ പരിശോധന നടത്തണം, ഇത് ഉയർത്തുന്നതിന് വേണ്ടിയുള്ള മറ്റു നടപടികളിലേക്ക് കടക്കണം. അത് ഇന്ന് അവർക്ക് എന്തായാലും അത് സാധിച്ചില്ല. അവർ പക്ഷേ അതിന്റെ തെരച്ചിൽ അവസാനിപ്പിച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ നിലവിൽ നേവി അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കനത്ത മഴയായിരുന്നു. അതോടൊപ്പം തന്നെ ഈ അടിയൊഴുക്കിന്റെ കാര്യം SP തന്നെ പറഞ്ഞു, നിലവിലെ ഗംഗാവലിയുടെ ഒരു സ്ഥിതിയെ സംബന്ധിച്ച് പറഞ്ഞു. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഈ ഡ്രൈവേഴ്സിന് കൃത്യമായി അവർക്ക് മുങ്ങി ഇത് പുറത്തെടുക്കുന്നതിന്റെ ആദ്യ പരിശോധന നടപടികൾ പോലും അവർക്ക് ഇന്നും ചെയ്യാൻ സാധിച്ചില്ല. അതിൽ നാളെ കൂടുതൽ കാലാവസ്ഥ അനുകൂലമായി നിൽക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നാളെ നമ്മൾ മാധ്യമങ്ങളോട് എന്താണ് അവർ പറഞ്ഞത്? മാധ്യമങ്ങൾ ഇങ്ങോട്ടേക്ക് വരേണ്ടതാണോ അതോ അങ്ങോട്ടേക്ക് വരേണ്ടതാണോ? അല്ല, മാധ്യമങ്ങൾ ആദ്യം കാർവാർ MLA സംസാരിക്കാൻ പറയുന്നത് മാധ്യമങ്ങൾ അങ്ങോട്ടേക്ക് വരേണ്ടതാണോ അതോ നാളെ ഇവിടെ നിൽക്കുന്നതാണോ പറഞ്ഞത്? അല്ല, മാധ്യമങ്ങൾ അത് MLA പറഞ്ഞത് നാളെ ഒരു വളരെ നിർണായകമായിട്ടുള്ള റെസ്ക്യൂ നടപടികൾ നടക്കുന്നതാണ്. അപ്പോൾ അതിനൊരു എന്തെങ്കിലും ഒരു തരത്തിൽ തടസ്സമാകണ്ട എന്ന് കരുതി വളരെ പോസിറ്റീവായി പറഞ്ഞതായിട്ടാണ് എനിക്ക് തോന്നിയത്. അവിടെ എത്താൻ നമ്മൾ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. രാവിലെ എത്തിയാൽ അത്തരത്തിലുള്ള ചില വാക്കുതർക്കങ്ങളൊക്കെ പോലീസുമായൊക്കെ ഉണ്ടാവാറുണ്ട്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടി MLA പറഞ്ഞതാവാം. നാളെ വളരെ നിർണായകമായ ഒരു ദൗത്യം ഇത് നമ്മളിപ്പോൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഇനി അത് ഉയർത്തേണ്ട വളരെ വളരെ ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യമാണ്. അപ്പോൾ ആ നടപടിയിലേക്ക് പോകുമ്പോൾ ചെറിയ തടസ്സം പോലും, ചെറിയ പ്രശ്നങ്ങൾ പോലും അതൊരു തടസ്സമായി മാറിയേക്കാം. അതുകൊണ്ട് MLA ആ തരത്തിൽ പറഞ്ഞതാണ് എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും നാളത്തെ ദിനം വളരെ നിർണായകമാണ്. എന്തായാലും ഈ ദൗത്യത്തിൽ നമ്മൾ ഇത്രയും ദിവസം കാത്തിരുന്ന ഒരു വളരെ ദുഷ്കരമായിട്ടുള്ള ഈ രക്ഷാപ്രവർത്തനം പലതരത്തിലുള്ള ആദ്യം മുകളിൽ ലാൻഡിലാണെന്ന് പറയുന്നു, അതിൽ അനിശ്ചിതത്വം, സിഗ്നലുകൾ, അങ്ങനെ നമ്മൾ കാത്തിരിക്കുകയായിരുന്നു ഇവിടെ, അല്ലെങ്കിൽ കേരളം തന്നെ കാത്തിരിക്കുകയായിരുന്നു. അതിനൊരു മറുപടി ലഭിച്ച ദിവസമാണ്. നമുക്ക് ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു ദിവസമാണ്. നാളത്തേനായി നമുക്ക് കാത്തിരിക്കാം. അവർ അതിന് എല്ലാ സംവിധാനങ്ങളും ഒരുക്കി ആ ദൗത്യം പൂർത്തീകരിക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവിയും MLA ഒക്കെ ഇപ്പോൾ നമുക്ക് വാക്ക് നൽകിയിട്ടുണ്ട്. അതിൽ നമുക്ക് വിശ്വസിക്കാം, നമുക്ക് കാത്തിരിക്കാം. എന്തായാലും പ്രിയപ്പെട്ട MLA, പ്രിയപ്പെട്ട കാർവാർ MLA, ഞങ്ങൾ നിങ്ങളെ ഒരു തരത്തിൽ ബുദ്ധിമുട്ടിക്കാൻ ആഗ്രഹിച്ചിട്ടില്ല. ഞങ്ങൾ നിങ്ങളെ ശല്യപ്പെടുത്തിയിട്ടില്ല. ഞങ്ങൾക്ക് ആകെ ആഗ്രഹം ഞങ്ങളുടെ അർജുനും ഒരു ലോറിയും ഇവിടെ ഉണ്ടായിരുന്നു, അതിന് എന്തെങ്കിലും സൂചന കിട്ടുക എന്ന ഉദ്ദേശത്തിൽ മാത്രമാണ് ഞങ്ങൾ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചത്. ഞങ്ങൾ ഇവിടെ വന്ന് ഞങ്ങൾ തർക്കമുണ്ടാക്കി. അകത്തേക്ക് കടക്കാൻ ഞങ്ങൾ തർക്കമുണ്ടാക്കി, ശരിയാണ്. ഞങ്ങൾക്ക് അകത്തേക്ക് കടക്കാൻ ഞങ്ങൾ വലിയ വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് കാരണം നിങ്ങളെ ബുദ്ധിമുട്ടിക്കലായിരുന്നില്ല. ഞങ്ങളുടെ അർജുനെ കുറിച്ച്, ആ ലോറിയെ കുറിച്ച് എന്തെങ്കിലും സൂചന കിട്ടുക എന്നുള്ളത് നല്ല ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിക്കാവുന്ന ഉദ്ദേശത്തിൽ എന്നല്ല എന്ന് ഞാൻ കാർവാർ MLA ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. വിജയകുമാർ, എന്തായാലും നാളെ ഇവിടെ നിൽക്കാമെന്ന് പറയും. നാളെ അകത്തേക്ക് ഓക്കെ, നമ്മളത് എനിക്ക് തോന്നുന്നു നാളത്തെ തെരച്ചിൽ എന്ന് പറയുമ്പോൾ നാളെ ഈ നാവിഗേഷൻ സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഡ്രോൺ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ദിവസമാണ്. ആ സമയത്ത് സിഗ്നല്, അത്തരം വിഷയങ്ങൾ, ഇപ്പോൾ നിരവധി ലൈവ് ബാഗുകൾ ഒരേ സമയം പ്രവർത്തിക്കുന്നത് കൊണ്ട് അവർക്ക് ഇപ്പോൾ രക്ഷാദൗത്യത്തിന്റെ ആ മേഖലയിൽ, ദൗത്യ മേഖലയിൽ അത് പ്രതിസന്ധി ഉണ്ടാക്കും. അതുകൊണ്ടായിരിക്കാം ആ മേഖലയിൽ വേണ്ട എന്ന് പറയുന്നത്. ഓക്കെ, അതിലൊരു ക്രമീകരണം ഏർപ്പെടുത്തിയാൽ മതി, നമുക്ക് വിവരങ്ങൾ കിട്ടുക എന്നുള്ളതാണ് പരമപ്രധാനം. അവരത് ഒരുക്കുമെങ്കിൽ പിന്നെ മറ്റു തർക്കങ്ങളുടെ ആവശ്യമില്ല. തന്നെയുമല്ല, ഇന്നൊരു കാര്യം കൂടി ഉള്ളത്, ഈ തെരച്ചിൽ ഇന്നത്തേത് അവസാനിപ്പിച്ചിട്ടില്ല. തെരച്ചിൽ രാത്രി ഒരു 10-11 മണി വരെ തെരയാൻ സജ്ജരാണ് എന്നാണ് MLA പറഞ്ഞത്. പക്ഷേ അവിടെ മഴ ഉണ്ടായാൽ അത് പ്രതിസന്ധിയാകും, മഴയില്ലെങ്കിൽ അവിടെ തെരച്ചിൽ തുടരും. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ആ രക്ഷാ ദൗത്യ മേഖലയുടെ ഏറ്റവും തന്ത്രപ്രധാന ഏരിയയാണ്. അവിടെ ലൈറ്റൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ ദിവസങ്ങളിലൊന്നുമില്ലാത്ത തരത്തിൽ അവിടെ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതായത് രാത്രി കുറച്ച് വൈകിയും തെരച്ചിലിന് തയ്യാറാണ് എന്നതാണ് ആ ലൈറ്റൊക്കെ അവിടെ തെളിയിച്ചിരിക്കുന്നതിൻ്റെ ഒരു സൂചന. അത് കനത്ത മഴ പെയ്താൽ ഒരു പക്ഷേ ഇനി അത് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഗംഗാവാലി പുഴയിൽ നീരൊഴുക്ക് അതിശക്തമാണ്, അടിയൊഴുക്ക് കൂടിയിട്ടുണ്ട്, ജലപ്രവാഹമാണ്. കാരണം തുടർച്ചയായി പെയ്ത പേമാരി കണക്കുള്ള വലിയ മഴ ആ നദിയിലെ ജലനിരപ്പ് ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊരു ആശങ്കാജനകമാണ്. അപ്പോൾ നമ്മളവിടെ കണ്ടെത്തി നിൽക്കുന്ന ആ ലോറി അവിടെ നിന്ന് വീണ്ടും മൂവ് ചെയ്ത് കൂടാ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അത് ഒരു പക്ഷേ രാത്രിയിൽ അതിനുള്ള നിരീക്ഷണമൊക്കെ ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം. അതൊന്ന് ലോക്ക് ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. അത് നാളെ കൂടുതൽ ഉപകരണങ്ങൾ എത്തി നാളെ നടത്തുന്ന തെരച്ചിൽ ആ സമയത്ത് ലോറി ഉയർത്തണം, അതിനൊരു
പ്ലാറ്റ്ഫോം ഉണ്ടാക്കണം, അതുപോലെ അതിന് കൂടുതൽ ഹെവി ക്രെയിനുകൾ വേണം. ആ ക്രെയിനുകളൊക്കെ ഇനിയും കൂടുതൽ എത്തിക്കാനുണ്ട്. പല എക്യുപ്മെൻറ്റും എന്ന് വെച്ചാൽ ഈ തെരച്ചിലിൻ്റെ ഭാഗമായി എത്തിക്കേണ്ട പല എക്യുപ്മെൻറ്റും ഓൺ ദ വേ ആണ് എന്ന് MLA തന്നെ പറഞ്ഞു. അത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ നാളത്തെ തെരച്ചിലിന് ഉപയോഗിക്കുകയും ചെയ്യും. അപ്പോൾ നാളെ നമ്മൾ അർജുൻ്റെ അടുത്തേക്ക് എത്തും എന്നതാണ് MLA ഒരു ഉറപ്പ് എന്ന നിലയിൽ തന്നെ തരുന്നത്. അത് SP ഏറെക്കുറെ അത് അങ്ങനെ തന്നെയാണ് പറയുന്നത്. ആ ലോറിയുടെ ക്യാബിനാണ് നമ്മുടെ കേന്ദ്രം, നമ്മളുടെ ആ ക്യാബിനിലേക്കാണ് നമ്മളുടെ ശ്രദ്ധ മുഴുവനെന്ന് അദ്ദേഹവും പറയുന്നുണ്ട്. എന്തായാലും അതിൽ തർക്കമൊന്നുമില്ല, അതിലേക്ക് തന്നെയാണ്, ലോറിയുടെ ക്യാബിനിലേക്ക് തന്നെയാണ് നമ്മളുടെ ശ്രദ്ധയും നമ്മളുടെ ബോധവും ഒക്കെ അതിൽ നമ്മൾ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. അത് തലകീഴായി കിടക്കുന്നുണ്ട്. അതിൻ്റെ രൂപം, അതിൻ്റെ ഘടന, അതിൻ്റെ സ്ഥലം, അതിൻ്റെ ലൊക്കേഷനൊക്കെ ഏതാണ്ട് ഏറെക്കുറെ ഉറപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മഴ പെയ്യുന്നു, ഹെവി റെയിൻ. ഇന്നിപ്പോൾ ഓറഞ്ച് അലേർട്ടാണ്, നാളെയൊക്കെ ആകുമ്പോഴേക്കും ഓറഞ്ച് അലേർട്ട് യെല്ലോ അലേർട്ടായി മാറും. അപ്പോൾ മഴ കുറച്ച് കുറയും എന്നാണ് ഇപ്പോൾ SP പറഞ്ഞത്. അങ്ങനെ കാലാവസ്ഥ നാളെ കുറച്ചുകൂടി അനുകൂലമാകും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ തെരച്ചിൽ, നാളത്തെ രക്ഷാപ്രവർത്തനം നാളെ കൊണ്ട് നമുക്ക് അതിലൊരു കൺക്ലൂഷനിൽ എത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. അതായത് ഈ ലോറി ഉയർത്തി നമുക്ക് കരയിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്ന് തന്നെ ഉറപ്പിക്കാം. ഷഫീദ് റാവുത്തർ ലൈവിലുണ്ടെങ്കിൽ, ഷഫീദ്, ഞാൻ ആ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്, ദൂരെ നേരത്തെ ഷഫീദ് നിന്നതിൻ്റെ വളരെ പിറകിൽ ആ നദിയുടെ അപ്പുറത്ത് വലിയ ലൈറ്റ് കാണാം. രാത്രിയിലും അവിടെ സജ്ജമാണ്, പക്ഷേ കാലാവസ്ഥ അനുകൂലമല്ല. മഴ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. ദൗത്യം ഒരു 11 മണി വരെ തുടരാൻ പറ്റുന്ന സാഹചര്യമുണ്ടോ അവിടെ? നമുക്ക് ഈ ദൃശ്യങ്ങളിൽ ഇപ്പോൾ ഒരു പൊട്ടുപോലെ കാണാൻ സാധിക്കും. ഒരു വെളിച്ചം മാത്രമാണ് നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ ഈ അപകടം നടന്ന മേഖല അത് വിസിബിൾ ആകുന്നത്. ആ സ്ഥലത്തേക്ക് ഇപ്പോൾ മറ്റാരും കടക്കുകയില്ല. ഈ രണ്ട് ഭാഗത്തേക്ക് ഇപ്പോൾ അവിടെ കുറച്ച് വാഹനങ്ങൾ അവിടെ ഇവിടേക്കൊക്കെ വരുന്നത് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. പക്ഷേ ഉദ്യോഗസ്ഥരും സുരക്ഷാ ജീവനക്കാരും ഒക്കെ ആയിരിക്കാം അത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും അല്പസമയം മുൻപ് നമ്മൾ കാർവാർ MLA തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥിരീകരണം പല രീതിയിൽ നടത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ലോറി കണ്ടെത്തിയിരിക്കുന്നു, ലോറി കിടക്കുന്നത് തലകീഴായിട്ടാണ് എന്നുള്ള കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നു. ഇനി നാളത്തെ ദിവസം ഇക്കാര്യത്തിൽ നിർണായകമാകും. മാത്രവുമല്ല, ഇന്ന് രാത്രിയിൽ ഇവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട്, പക്ഷേ നമ്മൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ചില ടീമുകൾ, ചില പ്രത്യേക സംഘങ്ങൾ ഇന്ന് രാത്രി ഇവിടെ എത്തി ഒരു പ്രത്യേക പ്ലാനൊക്കെ തയ്യാറാക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ള വിവരം കൂടി ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഒരു വാഹനങ്ങൾ, അതിൽ നമുക്ക് ഈ പോലീസ് സൈറനൊക്കെ ഇട്ടുള്ള വാഹനങ്ങൾ ആ പ്രദേശത്തേക്ക് വരുന്നു എന്നുള്ളതാണ്. അവിടെ നമ്മൾ രാവിലെ കണ്ട ആ എക്സ്കവേറ്റർ അടക്കമുള്ള കാര്യങ്ങൾ അതവിടെ മാറ്റിയിട്ടിട്ടുണ്ട്. അതിൻ്റെ വെളിച്ചം നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. കുറച്ചധികം വാഹനങ്ങൾ ആ ഭാഗത്തേക്ക് കൂടി പോകുന്നതാണ് ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. താഴെ ഗംഗാവാലി നദിയുണ്ട്. നദിയിൽ കാര്യമായ ഒഴുക്കും ജലനിരപ്പ് ഉയർന്നിട്ടുമൊക്കെ ഉണ്ട്. കാരണം കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി, അതായത് ഏതാണ്ട് ഒരു മണിക്കൂറോളം സമയം ശക്തമായ മഴ ഈ പ്രദേശത്ത് പെയ്തു. അപ്പോൾ സ്വാഭാവികമായും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഈ പ്രത്യേക സംഘം ഇന്ന് രാത്രി ഇവിടേക്ക് എത്തുന്നത് ഒരു പക്ഷേ നാളത്തെ ഡ്രോൺ പരിശോധന, അതിനുമപ്പുറത്തേക്ക് സ്ക്യൂബ ടീമിന്റെ പരിശോധന, മറ്റ് റെസ്ക്യൂ ടീമിലെ മറ്റംഗങ്ങളുടെ പരിശോധന, അതടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് രാത്രി തന്നെ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയും ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ഈ റോഡുകൾ പൂർണ്ണമായും അടച്ചിരിക്കുകയാണ്. അതായത് ഈ അപകട മേഖലയിലേക്ക് വരുന്ന ദേശീയപാതയുടെ 2 വശങ്ങളും ബ്ലോക്ക് ചെയ്തു. അവിടെ കാരെയും കടത്തിവിടുന്നില്ല. നമ്മൾ രാവിലെ തൊട്ട് അക്കാര്യം പറയുന്നുണ്ട്. മറുഭാഗത്തു കൂടിയും ആർക്കും പ്രവേശനമില്ല. മാത്രമല്ല